റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഇപ്പോൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. നിർണായക വെളിപ്പെടുത്തലുമായി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടി കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു. ബജ്രംഗദൾ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി. ബജ്രംഗദൾ പറഞ്ഞത് പ്രകാരം കേസെടുക്കാൻ നിർബന്ധിച്ചുവെന്നും പെൺകുട്ടി. ദേശീയ മാധ്യമത്തിലാണ് 21-കാരിയായ ആദിവാസി യുവതി പ്രതികരണം നൽകിയിരിക്കുന്നത്. ബജ്രംഗദളാണ്, സംഖ്യയാണ്, ചാണകമാണ് തലയില്, വലിയ ബുദ്ധിയും വിവരമൊന്നും ഉണ്ടാവില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരം ചെയ്യുന്നു നമ്മൾ തുടക്കത്തിലെ വീഡിയോയിലേ പറഞ്ഞതാ അല്ലേ. എന്നിട്ടിപ്പോൾ എന്തായി? എന്നിട്ടിപ്പോൾ അത് തന്നെ നടന്നു. ബാക്കിയോടെ കേക്ക്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, നിർണായകമാണ് ഈ മൊഴി. നമ്മൾ നേരത്തെ പുറത്തുവിട്ട വീഡിയോയിലും ഈ പെൺകുട്ടികൾ തങ്ങൾ ക്രിസ്തീയ വിശ്വാസികളാണെന്നും തങ്ങളുടെ സ്വന്തം താല്പര്യപ്രകാരമാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലും ഈ മൊഴി വളരെ നിർണായകമാവുകയല്ലേ? നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഇതടക്കം പരിഗണിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണോ? അങ്ങനെ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നീക്കം പൊളിയുകയാണോ ആദിൽ പാലോട്? വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മൊഴി വിവരമാണ് ഇക്കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. കന്യാസ്ത്രീകൾക്ക് ഒപ്പം 3 പെൺകുട്ടികൾ, 3 യുവതികളാണ് ഉണ്ടായിരുന്നത്. 18 വയസ്സ് പൂർത്തിയായവരാണ്. ഇക്കാര്യത്തിൽ നമ്മൾ തന്നെ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖം പുറത്തുവിട്ടിരുന്നതാണ്. സമാനമായ പ്രതികരണം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ടുഡേ അടക്കം, ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക്, ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള അഭിമുഖം നൽകിയിരിക്കുന്നു. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ പോലീസ് നിർബന്ധിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന്, യുവതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ബജ്രംഗദൾ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി എന്നിങ്ങനെയുള്ള വിവരങ്ങളും ഈ അഭിമുഖത്തിലുണ്ട്. ബജ്രംഗദൾ പറഞ്ഞത് പ്രകാരമാണ് കേസെടുത്തത്. ഇതിനുള്ള ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് കേസെടുക്കാൻ തയ്യാറായത് എന്നും ഈ അഭിമുഖത്തിലുണ്ട്. 21-കാരിയായ ആദിവാസി യുവതിയുടെ അഭിമുഖം ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ ടുഡേ അടക്കമുള്ള പല മാധ്യമങ്ങളിലും ഇത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണിത് എന്നത് പ്രത്യേകം പറയണം. കാരണം ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പല രൂപത്തിലുണ്ട്. മതപരിവർത്തനം നടന്നിട്ടുണ്ട്, മാത്രമല്ല മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി തന്നെ എക്സ് കുറിപ്പിലൂടെയും അല്ലാതെയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കന്യാസ്ത്രീകൾക്കൊപ്പം പോയ യുവതികളിൽ ഒരാൾ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കേസെടുത്തതെന്നും ഈ ജ്യോതി ശർമ്മ എന്ന ബജ്രംഗദളിന്റെ പ്രാദേശിക നേതാവ് തങ്ങളെ മർദ്ദിച്ചുവെന്നുമുള്ള, ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകൾ, നിർണായകമായ വെളിപ്പെടുത്തൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് അരുൺകുമാർ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ആ പെൺകുട്ടിയുടെ നിർണായക മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബജ്രംഗദൾ പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും ജ്യോതി ശർമ്മയടക്കം തന്നെ മർദ്ദിച്ചുവെന്നുമുള്ള മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ജ്യോതി ശർമ്മയ്ക്കെതിരെയോ ബജ്രംഗദൾ പ്രവർത്തകർക്കെതിരെയോ കേസെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, നിർബന്ധിച്ച് തങ്ങൾ മർദ്ദിച്ച് മൊഴി കുടിപ്പിച്ച കന്യാസ്ത്രീകളെ 53 ക്രിമിനലുകളോടൊപ്പം ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാർ. എൻ്റെ പൊന്നു സംഘികളെ, ഇനിയിപ്പോൾ ഇത് റിപ്പോർട്ടർ ടി വിയിലെ നമ്മുടെ അരുൺ ഉണ്ടാക്കിയ ന്യൂസാ, പടച്ചുവിട്ട ന്യൂസാന്ന് വിചാരിക്കേണ്ട. ഇന്ത്യ ടുഡേയിലും കൂടെ അവരാണ് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് എടുത്തതും അവരാണ് ന്യൂസ് പുറത്തു വിട്ടതും. അതുകൂടെ ഒന്ന് കണ്ടേക്ക്. And a tribal girl at the center of the case has now made explosive allegations against the Bajrang Dal workers. Sumi Patel gets you the full story. In a twist in the case, one of the tribal girls allegedly targeted by the nuns has accused Bajrang Dal workers of assault. Kamleshwari Pradhan claims she willingly went with the nuns for employment. मैं आगरा जा रही थी अपनी माँ पापा की मर्जी से, अपने नंद लोगों के साथ वहाँ काम के सिलसिले में से जा रही थी। और वहाँ हम लोग के साथ ज़बरदस्ती, मतलब रेलवे स्टेशन में जोर ज़बरदस्ती हुआ। हम लोग को मारे गए, हम लोग को पीटा, हम लोग को मतलब जोर ज़बरदस्ती किया गया कि आप लोग जो सच्चाई हम लोग बोल रहे हैं और आप नहीं बोलोगे तो आप लोगों को जेल होगा, आपके भैया को मारेंगे, पीटेंगे, आपके नंद लोगों को जेल में डाल देंगे. Kerala will go to polls next year. The BJP has been wooing the Christian community in the state, but the arrest of the nuns in Chhattisgarh has put a spoke in their election plans. With Sumi Patel, Bureau Report, India Today. കണ്ട് ബോധ്യപ്പെട്ട് കാണുമല്ലോ അല്ലേ സംഖ്യകളെ? അതല്ല, ഇനി നമ്മളെ കുര്യൻ പറഞ്ഞ പോലെ ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല എന്നും പറയത്തിട്ടോ. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ വന്ന വാർത്തകളാണ്. ഏതായാലും ജ്യോതി ശർമ്മ അടിച്ച കണക്കും എന്തോ ഒരു കന്തുകൾ ഭീഷണിപ്പെടുത്തിയ കണക്കും എല്ലാം ഈ പെൺപിള്ളേരുടെ
മതം മാറ്റി എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയും അവരുടെ കുടുംബക്കാരും വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുര്യ എങ്ങനെയാണ് ഇത്? ഹിന്ദി റൈറ്റ് ആണോ ഇംഗ്ലീഷ് റൈറ്റ് ആണോ? എൻ്റെ പൊന്നു കുര്യ, ചെറ്റത്തരം പറയാ, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ലെങ്കിൽ ഈ മാധ്യമങ്ങളെ മുമ്പിൽ കിടന്നിട്ട് പറയാം കഥകളി കാണിക്കുന്ന പരിപാടി നിർത്തിയേക്ക്. പിന്നെ വേറെ ഒരുത്തരുണ്ട്, അനൂപ് ആന്റണി. അവൻ ഇന്നലെ കെട്ടും കിടക്കി കൂട്ടും കിടക്കി കിടന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് എന്തായോ അവിടെ എല്ലാവരെയും കണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇന്നലെ വൈകിട്ട് വന്ന് പറഞ്ഞത് സാങ്കേതിക തകരാറുകളോട് ഒന്നും പറയുന്നില്ല എന്ന്. അപ്പം മോനെ അനൂപേ, ഉള്ളവാവേ, ഇച്ചൊരു കാര്യം ആലോചിക്കണം. ഈ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അതായത് ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടി നല്ലൊരു ജീവിതം കിട്ടുമ്പം, അല്ലെങ്കിൽ ജോലിക്ക് പോകണം, അങ്ങോട്ടോ പോകണം, അല്ലെങ്കിൽ മതം മാറണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് എന്താ പറയുക, അവർക്ക് ചില സാങ്കേതിക തകരാറുകളൊക്കെ ഉണ്ടാവും. അത് തകരാറുകൾ ഇല്ലാണ്ടാക്കണമെങ്കിൽ നിന്റെ താടീജി ഭരിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ താടീജിയുടെ ആൾക്കാർ ഭരിക്കുന്ന സ്ഥലത്ത് അങ്ങനത്തെ വികസനങ്ങൾ വരണം. വിദ്യാഭ്യാസം കൊണ്ട് വരണം, ഭക്ഷണം തിന്നാനേ ഒരു നേരെങ്കിലും ഫുഡ് കൊണ്ട് കൊടുക്കണം, പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ഇതൊന്നും കൊടുക്കാണ്ട് നീ എല്ലാം കൂടെ ജയശ്രീരാമൻ വിളിപ്പിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ സാങ്കേതിക തകരാറുകളും മറ്റ് പല പ്രശ്നങ്ങളും നിനക്കും നിന്റെ പാർട്ടിക്കും തോന്നും. അതാണ് നിനക്കുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മുടെ നാട്ടിലിരുന്ന് അങ്ങ് അമിട്ടിനെ വരെ പോയി കണ്ട് വേറെ കുറേ കൊലം കുത്തി നാട്ടിലെ മറ്റ് സഭാ നേതാക്കളെ പോയി കണ്ട രാജീവ് ചന്ദ്രശേഖര ഇവിടെ വന്നിട്ട് എനിക്ക് മലയാളം അറിയില്ല, പോട്ടെ, അതിൻ്റെ പ്രശ്നമല്ല. മലയാളം അറിയാണ്ട് ഈ പാവപ്പെട്ട ആൾക്കാരെങ്ങനെ പറ്റിക്കാൻ നിൽക്കല്ലേ. ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജുബ്ബിയും മറ്റേ മുണ്ടുടുക്കാൻ നിനക്ക് അറിയാതെ നീ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മുണ്ടുടുത്ത് നാട്ടിലോട്ട് ഇറങ്ങാണ്ടിരിക്കും കേട്ടോ. 4 വോട്ടിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നീ കേക്കും കൊടുക്കും, അണ്ണാക്കിലേക്ക് നീ സ്റ്റാറും കുത്തിക്കയറ്റും. അതേ സ്ഥാനത്ത് നിന്റെ പാർട്ടി ഈ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ കേക്കിന് പകരം ഉണ്ടല്ലോ നല്ല കുന്തം കുത്തിക്കയറ്റും, സ്റ്റാറിന് പകരം അവിടെ ജയശ്രീരാം മറ്റേ ഹനുമാന്റെ കൊടിയും കുത്തും. അത് നമ്മൾ പലവട്ടം കണ്ടതുമാണ്, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ചെറ്റത്തരം കാണിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പല പരിപാടികളും ഈ ആൾക്കാരുടെ പൊറുതി മുട്ടിട്ട് ഒരു കഷ്ടപ്പാട് വന്നിട്ട് അവർ ചിലപ്പോൾ സത്യം പുറത്തോട്ട് വരും. പിന്നെ നിങ്ങൾ 3 ആളെ പുറത്തോട്ട് വന്നിട്ടുള്ളൂ. പിന്നെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരുത്തുണ്ട്, ഷോണനും ഷോണൻ്റെ അപ്പൻ നമ്മുടെ പബ്ലിക് ക്ലോസറ്റും പുറത്തോട്ട് ഇതുവരെ വന്നിട്ടില്ല. തുടക്കത്തിൽ ഒരു ദിവസം വന്ന് ഷോണൻ കുറേ ഷൊണ്ണിച്ച് പോയി എന്നല്ലാണ്ട് ഷോണൻ പിന്നെ പുറത്തോട്ട് വന്നിട്ടില്ല. ഷോണൻ്റെ അപ്പൻ ഏതോ കക്കൂസ് കയറി മറ്റേ ക്ലോസറ്റിൽ തലയിട്ടിരിക്കുന്നുണ്ട്. ഷോണൻ്റെ അപ്പനും പുറത്തോട്ട് വന്നിട്ടില്ല. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ തൃശ്ശൂരിൽ നിന്ന് ചാണകത്തിൽ മറ്റേ മുദ്ര കുത്തി പതിപ്പിച്ചിട്ടുള്ള നമ്മുടെ കോവി അണ്ണൻ JSK മൂവി പൊട്ടി തൂളി പണ്ടാരടങ്ങിയ ശേഷം പിന്നെ ഒരു സ്ഥലത്തോട്ടും വന്നിട്ടില്ല. അപ്പം ഈ ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക സംഘീയ കുട്ടന്മാരെല്ലാവരും കൂടെ കേരളത്തിന് മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കാം, മറ്റേ തൃശ്ശൂർ എടുത്ത പോലെ ബാക്കിയുള്ള എല്ലാ കേരളം കൂടെ മൊത്തത്തിൽ കലക്കി എടുക്കാം എന്നുള്ള വമ്പൻ ധാരണയിലാണ് നടന്നിരുന്നത്. എല്ലാം കൂടെ മൂഞ്ചി തെറ്റി അണ്ണാക്കിൽ അടിച്ച് കിട്ടിയ അവസ്ഥയിലായിട്ടുണ്ട് നമ്മുടെ ഈ പറഞ്ഞ നല്ലവരായിട്ടുള്ള നമ്മുടെ BJP നേതാക്കൾക്ക്. എന്താണെങ്കിലും നിങ്ങളെ കൊണ്ട് ഒരു കാര്യം ഉണ്ടായി. അതായത് നിങ്ങളുടെയൊക്കെ തനിക്കോണം, നിങ്ങളുടെയൊക്കെ പാർട്ടിയുടെ നിന്റെ നേതാക്കന്മാരെയും അല്ലെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര നേതാക്കന്മാരെയും കേന്ദ്ര സർക്കാരിൻ്റെയും തനിക്കോണം ഈ പാവപ്പെട്ട നാട്ടിലെ കുറച്ച് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അന്ന് കുര്യൻ പ്രസംഗിക്കാമെന്ന സമയത്ത് ആ മൊത്തം ആൾക്കാരവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കണ്ടിരുന്ന വീഡിയോ കണ്ടു നോക്ക്. ജോർജ് കുര്യൻ സാറിനെ മുഖ്യ പ്രഭാഷണത്തിനായി സർ പ്ലീസ്. കുര്യനെ പ്രസംഗിക്കാൻ വിളിച്ചത് ഓർമ്മയുള്ളൂ. പിന്നെ കുര്യൻ കാണുന്നത് കുറെ ഒഴിഞ്ഞ കസാലകളാണ്. ഇത്രയും കാലം കുര്യൻ ഒരു ദിവ്യ പുരുഷനാക്കിയിട്ട് ആരോണ്ടും ഒരു ഇതിനും വരാണ്ട് പാവപ്പെട്ടൊരു മനുഷ്യൻ, നല്ലവനായിട്ടുള്ളൊരു BJP നേതാവ് എന്നും പറഞ്ഞിട്ട് മന്ത്രിയാക്കി അവിടെ കൊണ്ട് കുത്തിരിച്ച്. അതിനുശേഷം ഇന്നലെ 2-3 പത്രസമ്മേളനങ്ങൾക്ക് അല്ലെ പത്രക്കാർക്ക് കുര്യൻ നല്ല കുറേ സംസാരിച്ചിരുന്നു. അതായത് ഈ നാട്ടിലെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടി ആരോ എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളെ ബാക്കിയില്ലടാ മോനെ കുര്യ. നിൻ്റെയൊക്കെ ഉള്ളിൽ ആ വർഗീയ ചെറ്റ ചിന്താഗതി എത്രത്തോളം ഉണ്ട് ഇന്നലത്തോടെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാടാ നിനക്കിന്ന് കിട്ടിയത്. നീയൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോഴേ മറ്റേ അറ്റ്ലീസ്റ്റ് 4 പശുവമ്പനെങ്കിലും കൊണ്ട് കെട്ടടാ. ആ പശുവമ്പ ചാണിട്ട് മൂത്രം വയ്ക്കുന്നത് കണ്ട് ഗോമാതാവിൻ്റെ ചാണകം കണ്ടിട്ട് ഒരു സ്വയം നിർവൃതി അടയട്ടെ നമ്മുടെ കുര്യൻ. അപ്പം
കുര്യനും രാജീവ് ചന്ദ്രശേഖരനും നമ്മുടെ അനൂപിനും നമ്മുടെ കോവിൻ്റെയൊക്കെ അണ്ണാക്കിലും അതുപോലെ തന്നെ മൂർത്താവിലും കുരിശടിച്ച പോലത്തെ പരിപാടികളെ ഇപ്പോൾ എന്താണെങ്കിലും ഇനി അറ്റ്ലീസ്റ്റ് ആ പാവപ്പെട്ട ആ കന്യാസ്ത്രീകളെങ്കിലും വെറുതെ വിടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഈ വക കോണകങ്ങൾ, ചാണക കോണകങ്ങൾ എന്തൊക്കെ അടുത്ത പ്രവൃത്തികളാണ് അല്ലെങ്കിൽ പദ്ധതികളാണ് നാളെ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആർക്കും അറിയില്ല. ആ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ആ പാവപ്പെട്ട ആദിവാസി കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് വേറെ നമ്മളെ കൊണ്ട് വേറെ ചെയ്യാനില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും സ്തോത്രം. ഹല്ലേലൂയ.